ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഇന്നൊരു വിമൻസ് ഡേ സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ് കേട്ടോ. ഇന്ന് നമുക്ക് സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ഫുഡൊക്കെ കഴിക്കാൻ മടി. ബാക്കി കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നോക്കണം. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യവും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ്ഡ് ഡയറ്റ് നോക്കുന്നതിനൊക്കെ നമ്മൾ പുറകിലോട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ദിവസവും കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കറക്റ്റായിട്ട് കഴിച്ചാൽ നമുക്ക് അസുഖമൊക്കെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ദിവസവും കഴിക്കേണ്ടതാണ് ഡയറി പ്രോഡക്റ്റ്. ഒരു വയസ്സ് കഴിഞ്ഞാൽ പാല് കഴിക്കേണ്ട എന്നൊക്കെ പറയും. പക്ഷേ സ്ത്രീകൾക്ക് കാൽസ്യം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ വളരെ അത്യാവശ്യമാണ്. മിൽക്കും ചീസും യോഗർട്ടും തൈരും ഒക്കെ ഉൾപ്പെടുത്തണം. അതിൽ നിന്ന് ഒരുപാട് കാൽസ്യവും പ്രോട്ടീനും വൈറ്റമിൻ ബിയും ഡിയും ഒക്കെ കിട്ടും. വൈറ്റമിൻ ഡി ഒരുപാട് കിട്ടില്ല, പക്ഷേ ചില പാല് വാങ്ങുമ്പോൾ അതിൽ തന്നെ എഴുതിയിരിക്കും വൈറ്റമിൻ ഡി കണ്ടൻറ്റ് ഉള്ളതാണെന്ന്. അത് നോക്കി വാങ്ങിയാലും മതി. എന്നാലും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ എക്സ്ട്രാ സപ്ലിമെൻ്റ് എടുക്കുകയും വേണം. പിന്നെ ഡയറി പ്രോഡക്റ്റ് കഴിക്കുന്നത് നമ്മുടെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കാനും സഹായിക്കും. അടുത്തതാണ് ബെറീസ്, അതായത് ബ്ലൂബെറി, സ്ട്രോബെറി, മൽബെറി, ബ്ലാക്ക്ബെറി ഒക്കെ നമുക്ക് കഴിക്കാം. നാട്ടിലിത് കിട്ടാൻ പാടായിരിക്കും, പക്ഷെ കിട്ടുന്നവർ ഇതെന്തായാലും കഴിക്കുക. ഇത് കഴിക്കുന്നത് നമ്മുടെ സെൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ലോ കലോറി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കും കേട്ടോ. പിന്നെ കഴിക്കേണ്ടത് ലീഫി വെജിറ്റബിൾസ് ആണ്. അതായത് ചീര പോലുള്ള സംഭവങ്ങൾ എത്രത്തോളം ഗുണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചീരയിലൊക്കെ നിറയെ അയണും ഫോളേറ്റും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുന്നത് ബോൺ ഹെൽത്തിനും അനീമിയ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ടത് ഹോൾ ഗ്രെയിൻസ് ആണ്. അതായത് ഓട്സ്, ബ്രൗൺ റൈസ് ഒക്കെ നമ്മൾ കഴിക്കണം ദിവസവും. ഓട്സിലും ബ്രൗൺ റൈസിലും ഒക്കെ നിറയെ ഫൈബറും വൈറ്റമിൻ ബിയും മഗ്നീഷ്യവും അയണും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തിയാൽ വെയിറ്റ് മാനേജ് ചെയ്തു പോകാനും ഡൈജഷനും എനർജി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ഫാറ്റി ഫിഷ് ആണ്. അതായത് ഫാറ്റി ഫിഷിലായിരിക്കും omega-3 ഫാറ്റി ആസിഡ് കൂടുതലുള്ളത്. സാൽമൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ റേറ്റും കുറച്ച് കൂടുതലാണ്. നാട്ടിൽ കിട്ടാനും കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൂരയും അയലയും ഒക്കെ ഇതേപോലെ തന്നെ ഗുണമുള്ളതാണ്. അത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ബോൺ ഹെൽത്ത് കൂട്ടാനൊക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിൽ നിറയെ പ്രോട്ടീനും ഫൈബറും അയൺ കണ്ടൻറ്റും ഫോളേറ്റും ഉണ്ട്. ദിവസവും പരിപ്പോ അല്ലെങ്കിൽ കടല, ബീൻസൊക്കെ കഴിക്കുന്നത് നമ്മുടെ അനീമിയ കുറയ്ക്കാനും പിന്നെ പ്രഗ്നൻ്റ് ആയവർ കഴിക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. അതായത് ഒലിവ് ഓയിൽ, ഹേസൽനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും പിന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും സഹായിക്കും. നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ കുറേ കഴിക്കരുത്, കുറച്ച് കഴിക്കുക ദിവസവും. അപ്പോൾ നട്ട്സിൽ നിറയെ പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും പിന്നെ സിങ്ക്, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. നട്ട്സ് കഴിക്കുന്നത് ഡയബറ്റീസ് കുറയ്ക്കാനും ഹാർട്ടിൻ്റെ ഡിസീസസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. പിന്നെ ചില തരത്തിലുള്ള ക്യാൻസറിൻ്റെ സാധ്യതയൊക്കെ കുറയ്ക്കാനും നട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഉപകാരപ്പെടും. വില കൂടിയ നട്ട്സ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി കഴിച്ചാലും മതി. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് വെള്ളം. വെള്ളം നന്നായിട്ട് തന്നെ നമ്മൾ കുടിക്കുക. വെള്ളം കുടിക്കും തോറും നമ്മുടെ ബോഡിയിലെ വേസ്റ്റൊക്കെ വേർപ്പും യൂറിനും മോഷനും ആയിട്ടൊക്കെ പൊയ്ക്കോളും. ടിഷ്യൂവിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും വെള്ളം നന്നായിട്ട് തന്നെ നമ്മൾ കുടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാക്സിമം രോഗങ്ങളൊക്കെ മാറ്റി നിർത്താൻ പറ്റും. ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലേ നമ്മുടെ കുടുംബവും ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഹാപ്പി വിമൻസ് ഡേ.